ഹായ് ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹെയർ ഡൈനെ കുറിച്ചാണ്. നാച്ചുറൽ ഹെയർ ഡൈ നിറയെ പേരുടെയും ഒരു പ്രശ്നമാണ്. ഡൈ ഉപയോഗിക്കുമ്പോൾ അലർജി വരുന്നു, ഡൈ ഉപയോഗിക്കുമ്പോൾ കണ്ണ് ചൊറിയുന്നു, ചുമന്ന് തടിച്ച് ആ പുണ്ണിൽ നിന്നും വെള്ളം വരുന്നു. പിന്നെ അതിനേക്കാൾ എല്ലാം ഉപരി ഡൈ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കളർ, നമ്മളുടെ സ്കിൻ ടോൺ നന്നായിട്ട് റെഡ്യൂസ് ആകും. ഇതിനുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ കെമിക്കൽ ഡൈ ആണെങ്കിലും ഇപ്പം ഇൻഡിഗോ പൗഡർ ആണെങ്കിലും ആ കളർ നമ്മുടെ സ്കിന്നിലേക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അബ്സോർവ് ആകുകയും അത് നമ്മുടെ സ്കിന്നിൽ മൊത്തം ഫേസിൻ്റെ സ്കിന്നിലേക്ക് ഇറങ്ങി വന്ന് സ്കിന്നിലേക്ക് പടർന്ന് നമ്മളുടെ സ്കിൻ ടോൺ, അതായത് നമ്മുടെ ഫെയർ ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ അതിനെ ഡള്ളാക്കി കുറച്ചുകൊണ്ട് വരികയും ചെയ്യും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ നെറ്റിയിൽ കറുത്ത ലൈൻ വീഴാം, കഴുത്തിൽ കറുത്ത ലൈൻ വീഴാം, പിന്നെ ചീക്സിൽ, മുഖത്തിൻ്റെ സൈഡിൽ, ജോ ലൈനിലൊക്കെ ബ്ലാക്ക് കളർ വരും. ബിക്കോസ് ഓഫ് ഈ ഒരു കളർ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകുന്നത് കൊണ്ടാണ്. പിന്നെ മുടി നരയ്ക്കുന്നതിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരവും ഇല്ല എന്നുള്ളത് ഒരു വളരെ വലിയ സത്യമാണ്. നമുക്കറിയാമോ, നമ്മൾ റൂട്ട് ടച്ചപ്പ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ മുടി വീണ്ടും വെള്ള കളറാകുന്നത് നമ്മുടെ മുടി ആ റൂട്ടിൽ നിന്നും വളരുന്നത് കൊണ്ടാണ്. നമുക്ക് നോക്കിയാൽ നമ്മുടെ ഹെയർ ലോങ് ആയിട്ടുണ്ടായിരിക്കും, ഇച്ചിരിയെങ്കിലും ലോങ് ആയിട്ടുണ്ടായിരിക്കും. ആ വളർന്ന് പുറത്തോട്ട് വരുന്ന മുടി വൈറ്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ്, വൈറ്റ് ആയിട്ട് വളർന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് നരച്ച മുടി ഉണ്ടാകുന്നത്. ഏജ് ആയവർക്ക് നരച്ച മുടി വരാം, അല്ലെങ്കിൽ പ്രിമച്വർ ഏജിങ്ങിലെ നരച്ച മുടി വരാം, അല്ലെ? ചെറിയ പിള്ളേർക്ക് 20-30 വയസ്സിലൊക്കെ ഉള്ള പിള്ളേർക്കും നരച്ച മുടി വരുന്നുണ്ട്. ഈ നരച്ച മുടി എന്ന് വെച്ചാൽ നമ്മളുടെ മുടിക്ക് കറുപ്പ് കളർ തരുന്ന ആ വസ്തുവിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിനടിയിൽ വളരെ കുറവായതുകൊണ്ട്, അല്ലെ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് വൈറ്റ് കളർ മുടി വരുന്നത്. നമ്മളുടെ മുടിക്ക് കളർ തരുന്ന വസ്തുവിൻ്റെ പേരാണ് മെലാനിൻ. ഓക്കെ, ആ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാകുമ്പോഴാണ് നമുക്ക് മെലാസ്മ ഉണ്ടാകുന്നത് ഫേസിൽ. നമ്മുടെ സ്കിന്നിൽ, സ്കാൽപ്പിൽ, തലയുടെ സ്കാൽപ്പിൽ അത് മെലാനിൻ്റെ, അതായത് നമ്മുടെ മുടിക്ക് കറുത്ത കളർ തരുന്ന വസ്തുവിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ടാകുന്നത്. നമ്മൾ ഫുഡും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, കാൽസ്യം അടങ്ങിയ ഫുഡ്, പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ നമ്മൾ കഴിക്കണം. നമുക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ ഹെയർ കളർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ കെമിക്കൽ കളർ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. അതിന് ഒരുപാട് പാർശ്വഫലങ്ങളുണ്ട്. മേ ബി സ്കിൻ ക്യാൻസർ കൂടെ വരാം. പിന്നെ നിങ്ങളുടെ ഫേസ് കറുത്തു പോവുകയും ചെയ്യും. കെമിക്കൽ റിയാക്ഷൻസ് ഒരുപാടുണ്ടാവും. നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുകയും പുരികം കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഹെയർ ഡൈ, കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. കെമിക്കൽ ഡൈക്ക് നല്ല കറുത്ത കളറിലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ നിങ്ങളുടെ മുടിക്ക് തരാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഈ കളറിങ് ഉപയോഗിക്കുമ്പോൾ, നമ്മൾ നാച്ചുറലായിട്ടുള്ള ഒരു പരിഹാരം തേടി പോകുമ്പോൾ റെഗുലറായിട്ടുള്ള പങ്ക്ച്വലായിട്ടുള്ള ഉപയോഗത്തിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഫലം നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ കളർ അല്ലെങ്കിൽ നരച്ച മുടിയെ കറുപ്പിക്കാൻ പോകുന്ന ഈ ഒരു പരിഹാരം എല്ലാ ആഴ്ചയിലും നമ്മൾ തലയിൽ തേക്കണം. അപ്പോൾ നമുക്ക് നരച്ച മുടി എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ തലയിൽ കാണുകയില്ല. നമുക്കത് ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു ഡാർക്കിഷ് ബ്രൗണും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഒബ്വിയസ്ലി നമുക്ക് നല്ല കളർ നമ്മുടെ മുടിക്ക് തരും. വളർന്നു വരുന്ന മുടിക്ക് ഡാർക്കായിട്ട് മുടി, വളർന്നു വരുന്ന മുടി എപ്പോഴും വെള്ള തന്നെയായിരിക്കും. കറുത്ത മുടി നമുക്ക് വളരില്ല. ഓക്കെ, വളർന്ന് പുറത്തോട്ട് വന്ന ആ മുടിയാണ് നമ്മൾ കളർ ചെയ്യുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കുക. ഒരിക്കലും നര എന്ന് പറഞ്ഞൊരു കാര്യത്തിന് ശാശ്വത പരിഹാരമില്ല. നമുക്കത് കളർ ചെയ്ത് സൂക്ഷിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് ലൈഫ് ലോങ് കളർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സേഫ് ആയിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത നാച്ചുറൽ പരിഹാരങ്ങൾ നമ്മൾ നോക്കുന്നത്. നാച്ചുറലായിട്ട് ഹെയർ കളർ നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു കളറായിരിക്കും തരിക. ഓക്കെ, നല്ല ഒരു ബ്ലാക്ക് ആയിരിക്കത്തില്ല, ഒരു ബ്രൗണിഷ് ബ്ലാക്കിഷ് കളറായിരിക്കും തരിക. സോ അതിനെ സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്റ്റെപ്പ്. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഹെയർ കളറിൽ നമ്മൾ ഹെയർ കളർ ചെയ്യാനുള്ളതും ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതും ഹെയർ കണ്ടീഷൻ ചെയ്യാനുള്ളതും ഹെയർ ഗ്രോത്തിനുള്ളതും കൂടെയുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഗുണങ്ങൾ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടു പോവുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴെങ്കിലും ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിറയെ പേരുടെയും ഒരു പ്രശ്നമായിട്ടുള്ള ഹെയർ ഡൈ ആണ്. അതായത് മുടി കറുപ്പിക്കുന്ന ഒരു
നാച്ചുറലായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. അതിനുവേണ്ടി കുറേ ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണം. ഇത് മൈലാഞ്ചി, തൈര്, ഇത് റോസ്മേരിയാണ്, ഇത് ഒറിഗാനോ, ബീട്രൂട്ട്, ഇത് നെല്ലിക്ക, ഇത് കുന്തിരിക്കമാണ്, ഇത് കോൺഫ്ലോർ, ഇത് കുറച്ച് വിനാഗിറാണ്, സിനമൺ പൗഡർ, ഇത് സിനമൺ പൗഡർ എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയുടെ പൊടി, ഇത് ബേ ലീഫാണ്, എനിക്കിതിൻ്റെ മലയാളം അറിയില്ല, ഇത് ഗ്രാമ്പു, ക്ലോവ്, ഇത് വന്നിട്ട് ഇതൊരു ബെറിയാണ്, ഇതിന് നാട്ടിൽ ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, മണത്തക്കാളി എന്ന് ഇവിടെ പറയും, ഇത് ചിരട്ടക്കരി, ഇത് വാഴപ്പഴം. ഇത് വാഴപ്പഴം കഴുകി നമ്മൾ തോലോട് കൂടി തന്നെയാണ് ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ ഇത് മാതള നാരങ്ങയുടെ തൊലിയാണ്. ഇത്രയും വേണ്ട നമുക്ക്, ഞാൻ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഓനിയൻ്റെ തൊലിയാണ്, അതായത് സബോളയുടെ തൊലിയാണ്. പിന്നെ പഞ്ചസാര, ദെൻ കോഫി പൗഡർ, ടീ പൗഡർ, വാട്ടർ, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. ഇത് കഞ്ഞിവെള്ളമാണ്, ഇത് സെക്കൻഡ് പാർട്ടിലേക്കുള്ളതാണ്, ഇതിനകത്ത് ഇപ്പം നമുക്ക് വേണ്ട. സോ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ മിക്സ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ ഗ്രാമ്പു ഇടാം. അതിലേക്ക് ഒരു സ്പൂൺ മണത്തക്കാളിയുടെ പഴമാണിതിന്. നാട്ടിൽ ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, ചെക്ക് ചെയ്തോളൂ. ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പേരിട്ടേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. പിന്നെ വേണ്ടത് ഓനിയൻ്റെ തോലാണ്. ഇത് 2 ഓനിയൻ്റെ തോലുണ്ട്, നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് ബേ ലീവ്സാണ്, ഒരു 4-5. ഇത് ഒടിഞ്ഞ പീസായതുകൊണ്ട് ഞാൻ ഇത്രയും ചേർക്കുകയാണ്. ഒരു 5 ലീവ്സ്, ചെറിയ ലീഫാണെങ്കിൽ ഒരു 5 ലീവ്സ് ചേർക്കാം. പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര വേണം. ഇത് ബ്രൗൺ ഷുഗർ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ കോഫി പൗഡർ ചേർക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ ടീ പൗഡർ, ടീ ഡസ്റ്റ്. ഇത് ഏത് ബ്രാൻഡ് ടീ പൗഡർ ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഈ മസാല ടീ, തുളസി ടീ അങ്ങനത്തെ ടീ ഒന്നും പാടില്ല, പ്ലെയിൻ ആയിട്ടുള്ള ടീ പൗഡർ. ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് വാട്ടർ ഒഴിക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. തിളച്ച് ഈ 2 കപ്പ് എന്നുള്ളത് 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് ആകുന്നിടം വരെ തിളച്ച് ഇതിൻ്റെ കോൺസെൻട്രേറ്റഡ് വാട്ടർ നമ്മൾ എടുക്കണം, അതായത് വറ്റി കുറുകിയ വെള്ളം എടുക്കണം. നന്നായിട്ട് വറ്റി പാകമായിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്ത് ആറാൻ വെക്കാം. നമുക്കിത് അരിച്ചെടുക്കാം. ഇത് 1 സ്പൂൺ കോൺഫ്ലോർ ആണ്. നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ഇടാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. കോൺഫ്ലോർ ബോയിൽ ചെയ്ത് ഈ ഒരു പരുവം വരെ ബോയിൽ ചെയ്യുക, ഒത്തിരി കട്ടിയാക്കാൻ പോകണ്ട. ഇത് മൈലാഞ്ചിയാണ്. 1 കപ്പ് മൈലാഞ്ചി ഉണ്ട്. ഒരാൾക്ക് ഇത് മതിയാകും. ഇതിൻ്റെ ടെൻഡർ ആയിട്ടുള്ള ഈ സ്റ്റെമ്മൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ മൈലാഞ്ചി, ഇതിൻ്റെ ഇല ഇടാം. ഞാൻ ഈ മൈലാഞ്ചി ഇലയാണ് പ്രിഫർ ചെയ്യുന്നത്. മൈലാഞ്ചി പൊടി നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ. പക്ഷേ
നമ്മൾ വാങ്ങുന്ന പൊടിയിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുമ്പോഴേക്കും ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേ സൈഡ് ഇഫക്റ്റ് വരും. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷനിൽ തന്നെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ഇടാം. ഒറിഗാനോ ആക്ച്വലി ഹെയർ കണ്ടീഷൻ ചെയ്യാനും സ്മൂത്തൻ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തതായിട്ട് ചിരട്ടക്കരിയാണ്. ഇതിൻ്റെ പാതി ചിരട്ട, ഇതൊരു പാതിയാണ്. ഈ പാതി ചിരട്ട കരിച്ച കരിയാണ്. 1 സ്പൂൺ പഞ്ചസാര. ഐ പ്രിഫർ ബ്രൗൺ ഷുഗർ. അടുത്തത് ഇത് റോസ്മേരിയാണ്. റോസ്മേരി, ഡ്രൈ റോസ്മേരി വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. എനിക്ക് പച്ചയായിട്ടുള്ള റോസ്മേരി അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ അതെടുക്കുകയാണ്. ഇത് 2 നെല്ലിക്കയാണ്. ഒന്ന് ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് ഉണങ്ങി, ഒന്ന് ഫ്രഷാണ്. നമുക്ക് എങ്ങനെയാണേലും കുഴപ്പമൊന്നുമില്ല. നെല്ലിക്ക പീസസ് ആക്കി ഇടാം. ഇതിലേക്ക് ഒരു ചെറിയ ബീറ്റ്റൂട്ട്. അടുത്തായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ബ്ലാക്ക് കുന്തിരിക്കമാണ്. ഇതിനെ ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1 സ്പൂൺ തൈര് ഒഴിക്കും. ഈ തൈര് നമ്മുടെ മുടിയെ കണ്ടീഷൻ ചെയ്യാനും ഡ്രൈ ആക്കാതിരിക്കാനും വേണ്ടിയാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സില്ലേ, ഇതൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. കോൺഫ്ലോർ ആണ്. 2 സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യണം. നമുക്ക് 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗറാണ് ഇതിന് നല്ല കളർ തരാനും നമ്മുടെ മുടിക്കൊരു മോയ്സ്ചറൈസേഷൻ തരാനും കളറിനെ നമ്മുടെ മുടിയിൽ സ്റ്റേ ചെയ്യാനും, അതായത് തങ്ക വയ്ക്കാനും, എനിക്കതിന് മലയാളം എന്താ പറയുക എനിക്കറിയില്ല. നമ്മുടെ മുടിയിൽ കളർ കുറേ നാളത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയും സഹായിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഷുഗർ. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് കുറച്ച് വിനെഗർ ഒഴിക്കാം. കാരണം മൈലാഞ്ചിയുടെ കളർ പൂർണ്ണമായിട്ടും ഇതിലോട്ട് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസിഡിക് ആയിട്ടുള്ള ഒരു സാധനം ഒഴിക്കണം. ഒന്നെങ്കിൽ ലൈം ഒഴിക്കണം, അല്ലെങ്കിൽ വിനെഗർ ഒഴിക്കണം. ലൈം ചിലപ്പോൾ ചിലർക്ക് സൈനസ് പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ പ്രോബ്ലം ആകും. സോ ഐ പ്രിഫർ വിനെഗർ. നിങ്ങൾക്ക് ലൈം ആണെങ്കിലും ഒഴിക്കാം. കുറച്ച് വിനെഗർ, ഒരു 1/2 സ്പൂൺ വിനെഗർ ഒഴിക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറുവപ്പട്ടയുടെ പൗഡറാണ്, സിനമൺ പൗഡർ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് മാതളമ്പഴത്തിൻ്റെ തൊലിയും ഈ ബനാനയും കൂടെയുള്ള പേസ്റ്റ്. ഇതാണ് നമ്മുടെ മുടിക്ക് കണ്ടീഷനിങ് എഫക്റ്റ് തരാൻ പോകുന്നത്. ഞാൻ ഈ ബനാനാവും ഈ മാതളമ്പഴത്തിൻ്റെ തോലും കൂടെ പേസ്റ്റാക്കി കൊണ്ടുവരാം. കുറച്ച് പാത്രം കുറച്ച് ചെറുതായിപ്പോയി. സോ ഞാൻ ഇതിനെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ബനാനാവും മാതളമ്പഴവും കൂടെ അരച്ച പേസ്റ്റാണിത്. ഇത് ഒരു 2 സ്പൂൺ നമുക്ക് ചേർക്കാം. 2 വലിയ സ്പൂൺ തന്നെ, ടേബിൾ സ്പൂൺ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ ഇതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് ജവ്വാദ് പൊടി ചേർക്കുകയാണ്. ഒരു സ്മെല്ലിന് വേണ്ടി. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഇത് കുറച്ച് ചേർത്താൽ മതിയാകും. മുടിക്കൊക്കെ ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയാണ്.
ഇപ്പോൾ ഇതിനെ ഈ ക്ലിങ് റാപ്പ് കൊണ്ട് റാപ്പ് ചെയ്ത് ഒരു 8 മണിക്കൂർ പ്രോസസ്സിങ്ങിന് വേണ്ടി വയ്ക്കണം. ഇതിങ്ങനെ ഒരു 8 hours അധികം വെട്ടമൊന്നുമില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് നാളെ നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. തേച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു താളി വെച്ച് മാത്രമേ തല കഴുകാവുള്ളൂ. ഇത് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് തലയിൽ തേക്കാം. ഇത് നന്നായിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇന്നലെ ഉച്ചയ്ക്കുണ്ടാക്കിയ കഞ്ഞിയുടെ വെള്ളമാണ്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് ഹെയർ ഗ്രോത്തിനും ഹെയർ ഷൈനിങ്ങിനും എല്ലാത്തിനും. ഈ കഞ്ഞിവെള്ളം നമ്മൾക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് ചെമ്പരത്തിയുടെ ഇലയാണ്. ഞാൻ ചെമ്പരത്തിയുടെ ഇല വിനാഗിരൊക്കെ ഇട്ട് കഴുകി എടുത്തതാണ്. കാരണം തലയിൽ തേക്കുമ്പോൾ മുഖത്തോട്ടുമൊക്കെ വരുന്ന കാരണം എന്തെങ്കിലും പ്രാണിയോ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് ഓർത്തിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ ഫ്ലാക്സ് സീഡ് ഒഴിക്കാം. ഫ്ലാക്സ് സീഡ് ഇടാം. ഇതിനകത്തേക്ക് 1 കപ്പ് വാട്ടറും കൂടെ ഒഴിക്കാം. ഇതിനെ നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കാം. ഇത് തല കഴുകാനുള്ള ഷാമ്പു ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സോപ്പ് ഗം ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ സോപ്പ് ഗമ്മിൻ്റെ പൊടി തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോപ്പ് ഗം കൂടെ ഇതിനകത്ത് ഇടാം. ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴുകിയാലും മതി. മുടി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഒരിക്കലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഹെയർ കളർ തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഷാമ്പു ഇട്ട് കഴുകരുത്. ഇത് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് ഷാമ്പു ആക്കി എടുത്ത് തലയിൽ തേക്കാം. ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചെമ്പരത്തി എന്തിനാണ് ബോയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നാരൊന്നും നമ്മുടെ തലയിൽ ഇരിക്കത്തില്ല. ബോയിൽ ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടെ സോഫ്റ്റായിട്ടുള്ള ഒരു ഷാമ്പു പോലെ നമുക്ക് കിട്ടും. ഇത് വെച്ച് വാഷ് ചെയ്താൽ മതി. ഇതിനകത്ത് നമുക്ക് സോപ്പ് സീഡിൻ്റെ ഗമ്മും കൂടി ഇട്ട് തിളപ്പിച്ചാൽ നിങ്ങൾക്ക് പതയും കിട്ടും. എൻ്റെ കയ്യിൽ അതിൻ്റെ പൗഡറുണ്ട്. സോ ഞാൻ അതാണ് ആഡ് ചെയ്യുക. നമുക്കിതിനെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിത് അരിച്ചെടുക്കാം. നല്ല എക്സലൻറ്റ് ഷാമ്പൂ പ്ലസ് കണ്ടീഷണർ റെഡിയാണ്. ഇത് നിങ്ങൾ തലയിൽ തേക്കുമ്പോൾ നല്ല പതഞ്ഞ് വന്നോളും. നമ്മൾ സോപ്പ് സീഡിൻ്റെ പൗഡറും കൂടി ഇട്ടിട്ടുള്ള കാരണം. നിങ്ങളുടെ കയ്യിൽ കായാണെന്നുണ്ടെങ്കിൽ ഈ ചെമ്പരത്തി ഇല തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കുക. പതഞ്ഞ് പൊങ്ങി വരും. സിമ്മിലിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ അരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ തലയെ കഴുകാൻ ഈസി ആയിരിക്കും. ഷാമ്പു ഇട്ട് കഴുകരുത്. കഴുകിയാൽ കളറ് പോകും കേട്ടോ. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെഡ് കളറ്, ബ്രൗണിഷ് റെഡ് കളർ വന്നിട്ടുണ്ട്. സോ ഹെയറിന് നല്ല ഒരു ബ്ലാക്കിനും ബ്രൗണിനും ഇടയ്ക്കുള്ള ഒരു കളറായിരിക്കും വരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ആഴ്ചയിലും നിങ്ങൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നരച്ച മുടിയും കാണത്തില്ല. നന്നായിട്ട് മുടി വളരുകയും ചെയ്യും. മുടി കണ്ടീഷണറിങ് ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ല തിക്നെസ് തോന്നുകയും ചെയ്യും. താരനും ഒന്നും വരത്തുമില്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ.